വണ്ടി എടുത്ത് പോയി മോളെ കൂട്ടിക്കൊണ്ടുവാ. മിസ്റ്റർ കുഞ്ഞുമോൻ, ഗുണ്ടായിസം കാണിക്കാൻ എളുപ്പമാണ്. ആ നിൽക്കുന്നവര് താൻ പണം കൊടുത്താൽ എന്തും ചെയ്യും. പക്ഷേ ഈ നിൽക്കുന്നവരുണ്ടല്ലോ, എൻ്റെ മനസ്സറിഞ്ഞ് എന്തും ചെയ്തു കളയും. അവർക്ക് പണത്തിൻ്റെ ആവശ്യമില്ല. എന്താണ്, അവരോടൊന്ന് മുട്ടി നോക്കുന്നോ? തിരുമേനിയും കുടുംബവും തിരിച്ചു വരുമ്പോൾ ഇനിയൊരു നാടകത്തിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ആ കസേര എല്ലായിടത്തും അകത്തിട്ടിട്ട് താൻ തൻ്റെ ആളുകളെ വിളിച്ചോണ്ട് പോ. ഈ കസേര എടുത്ത് അകത്ത് കൊണ്ടിട്ടിട്ട് വാടാ. മോളെ, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോൾ ഓടി വന്നതും അയാളുടെ പണം കൊടുത്തതും? അതല്ലേ തിരുമേനിയും കുടുംബവും ചിന്തിക്കുന്നത്? അതിന് ഒറ്റ കാരണമേ ഉള്ളൂ. ഇവളെനിക്ക് എൻ്റെ മോളെ പോലെയാ. വീട് വിട്ട് കുറച്ചു നേരം ഇറങ്ങേണ്ടി വന്നപ്പോൾ മനസ്സ് വല്ലാതെ വേദനിച്ചല്ലേ? ശരിയാണ്. നാളെ രാവിലെ വരെ എന്ന് അയാളോടൊരു അവധി പറഞ്ഞു നോക്കിയതാ, സംഭവിച്ചില്ല. പിന്നെ ആകെ കണ്ട മാർഗം ഭഗവാന്റെ മുന്നിൽ ചെന്നിരിക്കാന്നുള്ളതാ. ചെന്നിരുന്നു, പരാതികളൊന്നും പറഞ്ഞില്ല. പക്ഷേ ഭഗവാൻ കണ്ടറിഞ്ഞ് പരിഹരിച്ചു. നിങ്ങൾ എനിക്ക് ദൈവം തന്നെയാ. വേണ്ട തിരുമേനി, അങ്ങനെയൊന്നും പറയണ്ട. ഇതൊരർത്ഥത്തിൽ എൻ്റെ കടമയാ. അങ്ങും അങ്ങയുടെ ഭാര്യയും എനിക്ക് വേണ്ടി വലിയൊരു കാര്യം ചെയ്തിട്ടുണ്ട്. അതിനൊരു കടം തീർത്തതായിട്ട് കൂട്ടിയാൽ മതി ഇതിന്. അല്ല, എനിക്ക് മനസ്സിലായില്ല. ഇവളെ വളർത്തിയില്ലേ, വലുതാക്കിയില്ലേ? സർവഗുണങ്ങളും ഉള്ളവളാക്കിയില്ലേ ഇവളെ? അതൊക്കെ തന്നെ. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. മ്യൂസിക് സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഇവൾ എന്നോട് പറഞ്ഞിരുന്നു, ഫിദ മേഡത്തിനെ അമ്മയെ പോലെ തോന്നിക്കുന്നെന്ന്. ബോധ്യായി, അത് ശരിക്കും ബോധ്യമായി. പണത്തിന്റെ കണക്ക് വെച്ചോളൂ. കുറേശ്ശെയായി ഞാനത് വീട്ടിൽ തീർത്തോളാം. ഇതിന്റെ കണക്കുകളെ ഞാനും എന്റെ മോളും തമ്മിൽ പറഞ്ഞോളാം. ശരി, എന്നാ നിങ്ങൾ വീട്ടിലേക്ക് കയറിക്കോളൂ, ഞങ്ങൾ മടങ്ങാം.
അകത്തേക്ക് കേറൂ, എന്തേലും കുടിച്ചിട്ട്. ഇപ്പൊ അവരെല്ലാവരും അലങ്കോലമാക്കി ഇട്ടിരിക്കുക. പിന്നെ ഒരു ദിവസം ഞങ്ങൾ വരാം. വിളിച്ചപ്പോ ബുദ്ധിമുട്ടാവുന്ന കരുതി. ഇത്ര പെട്ടെന്ന് വരുന്നു ഇതൊക്കെ ചെയ്യുന്ന കരുതിയില്ല. നിനക്ക് വേണ്ടി എനിക്ക് ചെയ്യാനുള്ളൂ. ശരി മോളെ. അമ്മ എന്താന്നും മിണ്ടാത്തത്? ഇവളെ എടുത്തു വളർത്തിയതില് എനിക്ക് യശോദയ്ക്കും പിഴച്ചുപോയിന്ന് അമ്മയ്ക്ക് ഇപ്പൊ പറയാൻ തോന്നുന്നുണ്ടോ? ഈ കണ്ട കാഴ്ചയൊക്കെ എന്റെയോ അമ്മയുടെയോ സ്വഭാവ ഗുണം കൊണ്ടുണ്ടായതല്ല, എന്റെ മോളുടെ പെരുമാറ്റം കൊണ്ടുണ്ടായതാ. ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് മനസ്സിലാക്കി പെരുമാറാൻ ശ്രമിക്കുക. അച്ഛനൊരു അപകടത്തിൽപ്പെട്ടു. പക്ഷെ രക്ഷിച്ച് കൈപിടിച്ച് കയറ്റാൻ അച്ഛനൊരു മോളും. അച്ഛന് മഹാഭാഗ്യമാണ്. ഇരിക്ക. തിരുമേനിയും കുടുംബവും ഇന്നലെ സമാധാനമായിട്ട് ഉറങ്ങിയിട്ടുണ്ടോ അല്ലേ ചേച്ചി? തീർച്ചയായിട്ടും. മോൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് മനസ്സിലാഗ്രഹിച്ചിരുന്നു. ഓരോന്നോരോന്നായിട്ട് ഈശ്വരൻ കൺമുന്നിലേക്ക് എത്തിച്ചേരല്ലേ. ദേവനാരായണൻ തിരുമേനിയുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇതോടെ അവസാനിക്കും. ഇനി അവിടെ എന്ത് തന്നെ ഉണ്ടായാലും മോളുടെ കയ്യിൽ പണം കൊടുത്തു വിടണം. അതൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ സഹായിച്ചത് ഒരല്പം കൂടുതലാ. ഈ കടം തന്നെ എങ്ങനെ വീട്ടെന്നുള്ള പരിഭ്രമത്തിലായിരിക്കും രാധിക മോള്. അവള് പറയട്ടെ. ഇന്നെന്റെ കുട്ടി വരുമ്പോ അവളുടെ കണ്ണിലും പ്രശ്നങ്ങൾ ഒഴിഞ്ഞ എന്റെ സന്തോഷം എനിക്ക് കാണാലോ. എങ്കി വേഗം കഴിച്ചോളൂ, രാധിക വരാനുള്ള സമയമായിട്ടുണ്ട്. ടീച്ചറെ, കുട്ടി, എന്താ? അല്ല രാധികെ, അച്ഛൻ വല്ലതും പറഞ്ഞോ? ഇന്നലെ രാത്രി മുഴുവനും അച്ഛനമ്മ മാഡത്തിനെ കുറിച്ച് പറയുകയായിരുന്നു. മാഡത്തിന് വേണ്ടിയായിരുന്നു ഞങ്ങളുടെ ഒക്കെ പ്രാർത്ഥന.
അല്ല മാഡം ഇല്ലേ, മാഡത്തിനെ എനിക്കൊന്ന് കാണണമായിരുന്നു. അതിനെന്താ, മാഡം ഇവിടെ തന്നെയുണ്ട്, നമുക്ക് കാണാലോ. ഇനി പോവാ. ഗുഡ് മോർണിംഗ്. മോളെ, പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല, പണം കിട്ടേണ്ടവർക്ക് അത് കിട്ടിയാ പിന്നെ എന്ത് പ്രശ്നം? അച്ഛൻ ഒരു ദിവസം മാഡത്തിനെ കാണാൻ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ വിശദമായിട്ട് സംസാരിക്കാനൊന്നും കഴിഞ്ഞില്ലല്ലോ. നന്ദി പറയാനുള്ള വരവാണെങ്കിൽ അത് വേണ്ട കുട്ടി. നമുക്കിടയിൽ അങ്ങനെ ഒരു കാര്യത്തിന്റെ ആവശ്യമില്ല. മോള് ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. എന്നിട്ടെന്താ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നേ? കഴിച്ചിട്ടില്ല, അതല്ലേ സത്യം? അത് അമ്മ എടുത്തു വെച്ചു. കുളിച്ച് റെഡിയാവാൻ വൈകിയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് ഓടിപ്പോന്നു. ചേച്ചി, മോക്ക് ഭക്ഷണം എടുത്തു വെക്കേ. അയ്യോ, അതൊന്നും വേണ്ട. വേണ്ട മാഡം. കുട്ടി, അല്ല, കുഴപ്പമില്ല. അയ്യോ, ഇവിടെ ഇരിക്കൂ. മാഡം. അയ്യോ, മാഡം കഴിച്ചിട്ട് മതി ബാക്കിയൊക്കെ. അല്ല, ഞാൻ മാഡം, അത് പിന്നെ അച്ഛനും അമ്മയും ഇന്നലെ കുറെ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു മാഡത്തിനെ കുറിച്ച്. ഇത്ര പെട്ടെന്ന് എങ്ങനെയാ മാഡത്തിന് എന്നോട് പ്രിയം തോന്നിയത്? മാഡം എങ്ങനെയാ എന്നെ കാണുന്നത്? മാഡം ഇത്രയും സ്നേഹിക്കാൻ കാരണം എന്താ എന്നൊക്കെ. ഒറ്റ കാരണേ ഉള്ളൂ, നീ എന്റെ മോളായതുകൊണ്ട്. ചില ആളുകളെ ആദ്യമായിട്ട് കാണുമ്പോൾ ഇവർ നമ്മുടെ സ്വന്തമാണ്, ഇതിനു മുമ്പേ നമ്മൾ കാണേണ്ടതാണ് എന്നൊക്കെ തോന്നില്ലേ? അങ്ങനെ ഒരു തോന്നലാ എനിക്ക് മോളെ കണ്ടപ്പോ. അച്ഛനും അമ്മയും സംശയങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ ഉറപ്പിച്ചു പറഞ്ഞോളൂ, മാഡത്തിന് മോളെ പോലെ തന്നെയാണെന്ന്. ഞാൻ വാരിത്തരട്ടെ? അല്ല, അത് വേണ്ട. സാരമില്ല, ഞാൻ കുഴപ്പമില്ല. സാരമില്ല മോളെ, മകളുടെ പദവി തന്നില്ലേ, അപ്പൊ അമ്മയ്ക്ക് ചില അവകാശങ്ങളൊക്കെ ഇല്ലേ? കഴിക്കൂ. ഞാനൊരു കാര്യം ചോദിച്ചാ അത് കൂടുതലായി പോവോ? അതെന്താ? എന്നെ ഇത്ര സ്നേഹിക്കുന്ന ആളുടെ മുഖം എനിക്കൊന്ന് കാണണമെന്നുണ്ട്. അതെപ്പോഴാ? ഒരിക്കൽ ഞാനത് മോളോട് പറയാം. അത് മതി. മാഡം, ശരിക്കും പറഞ്ഞ ഇതൊരു രസാ.
ഒരു മറയുടെ അപ്പുറം എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരാള് അല്ലേ? അതെ. മോൾ ഇനി മുതൽ ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിയാൽ മതി. ഇവിടെ എനിക്കൊപ്പം ഇരുന്ന് കഴിക്കാം. ആ, അത് ഒരു തവണയൊക്കെ രസം. അതിൽ കൂടുതലായ മാഡത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്ന പോലെയാവും. അച്ഛൻ ഇതൊക്കെ എന്നെ കുഞ്ഞിലേ പഠിപ്പിച്ചിട്ടുണ്ട്. സാർ, അച്ഛനെ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും മാറ്റേണ്ടതുണ്ടോ? അബോധാവസ്ഥയിലാണെങ്കിലും ഫിസിക്കൽ കണ്ടീഷനിൽ വേരിയേഷൻ ഇല്ല. പിന്നെ ഒരു സംശയത്തിന്റെ പേരിൽ ഞാൻ ചില ടെസ്റ്റുകൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് വന്നാലേ കൃത്യമായ കാരണം പറയാൻ പറ്റൂ. പരിഭ്രമിക്കാൻ പറഞ്ഞതല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില രീതികളുണ്ടല്ലോ. ഡോക്ടർ, നിങ്ങൾ എൻ്റെ കൂടെ വരും. ബിജു, അദ്ദേഹം വീണ് കിടന്നത് വീട്ടിലെ പൂന്തോട്ടത്തിലാണെന്നല്ലേ പറഞ്ഞത്? അതെ സർ. ഈ വീഴ്ച അസുഖത്തിന്റെ പേര് സംഭവിച്ചതല്ല. അദ്ദേഹത്തിന് ആരെങ്കിലും ശത്രുക്കളുണ്ടോ? ഇല്ല, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന ആളാ. എല്ലാവർക്കും നല്ല ബഹുമാനമാ. പക്ഷേ സംഭവിച്ചിരിക്കുന്നത് ഒരു കൊലപാതക ശ്രമമാണ്. മോനെ, ഡോക്ടർ മനസ്സിലായില്ല? യെസ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംശയം. അദ്ദേഹത്തെ കഴുത്തു മുറുക്കി ആരോ കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നു. വളരെ ബലമായി എന്തോ കഴുത്തിൽ മുറിയതിന്റെ ലക്ഷണങ്ങളുണ്ട്. എന്നാലും വീട്ടിൽ വെച്ച് അങ്ങനെ ഒരു ശ്രമം ഐ ഡോണ്ട് നോ. അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തപ്പോൾ തന്നെ ഈ ഒരു സംശയം എനിക്കുണ്ടായിരുന്നു. അതാണ് ഡീറ്റെയിൽ റിപ്പോർട്ട് കിട്ടട്ടെ എന്ന് ഞാൻ പറഞ്ഞത്. എനിവേ, ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ച് പോലീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും വേണം സാർ. അല്ലെങ്കിൽ ഞങ്ങളായിട്ട് കേസ് മൂവ് ചെയ്യാം. അച്ഛനെ കൊല്ലാൻ ആരെങ്കിലും ശ്രമിച്ചതാണെങ്കിൽ അതിന്റെ അന്വേഷണം നടക്കണം. പ്രതിയെ പിടികൂടുകയും വേണം. ഓക്കെ, ഇൻറ്റിമേഷൻ ഇവിടെ നിന്ന് പൊക്കോളൂ. ഫർദർ സ്റ്റെപ്സ് എന്താണെന്ന് നിങ്ങൾ നോക്കിക്കോളൂ. ഓക്കെ. രാധിക മോളിപ്പോ ഹാപ്പിയാണല്ലോ അല്ലേ ചേച്ചി? അതെ. അവളെപ്പോഴും അങ്ങനെ ആയിരിക്കണം. അവളോ അവളെ വളർത്തുന്നവരോ പണത്തിന് വേണ്ടി ബുദ്ധിമുട്ടാൻ പാടില്ല. ഞാൻ കൂട്ടിവെച്ചതൊക്കെ അവൾക്കുള്ളതല്ലേ. ഇനി മുതൽ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി വേണം അവള് ജീവിക്കാൻ. ഈ ആവേശമൊക്കെ കണ്ടിട്ട് എത്രയും പെട്ടെന്ന് അമ്മ മറ നീക്കി മോളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുവോ?
പ്രസവിച്ച അമ്മ മുന്നിൽ വന്ന് നിന്ന ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവളോട് ഞാൻ തന്നെ ചോദിക്കും. എന്നിട്ട് തിരുത്താവുന്നതാണെങ്കിൽ തിരുത്തി കൊടുക്കും. അതൊക്കെ അതിനുശേഷം തീരുമാനിക്കാം. ചേച്ചി, നമ്മൾ സാധാരണ പോകാറുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും വഴിപാട് കഴിപ്പിക്കണം കേട്ടോ. നമ്മൾ സംഭാവന കൊടുക്കാറുള്ള എല്ലാ ഓർഫനേജുകളിലും സാധാരണ കൊടുക്കുന്നതിനേക്കാളും ഇരട്ടി കൊടുക്കണം. ഏറെ കാലത്തെ അലച്ചിലിനൊടുവിൽ അവൾ എൻ്റെ അടുത്തില്ലേ, അവളെ ചേർത്ത് പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ഭക്ഷണം വാരി കൊടുക്കുകയൊക്കെ ചെയ്തില്ലേ. ഇപ്പോഴല്ലേ ഞാനൊരമ്മയായത്. ആ ചേച്ചി, ഇന്ന് നമുക്ക് ചിലപ്പോൾ 2 ഫോറിൻ ഗസ്റ്റുകളുണ്ടാവും. കെവിൻ ഒരു ഫേമസ് വയലിനിസ്റ്റാണ്. ഇന്റർനാഷണൽ പ്രോഗ്രാംസിനൊക്കെ വയലിൻ പ്ലേ ചെയ്യുന്ന ആളാണ്. 1-2 ഫോറിൻ ട്രിപ്സിന് എന്നെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ അവരിങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിരുന്നു. അല്ല, അതെങ്ങനെയാ ഈ വേഷത്തിൽ നിൽക്കുമ്പോ അവരെ സ്വീകരിക്കാൻ പറ്റുക? തൽക്കാലം ഞാനിവിടെ ഇല്ലെന്ന് അവരോട് പറഞ്ഞിരിക്കുന്നത്. എന്നെ അവർ ഫിദയായി കണ്ടോട്ടെ. ചേച്ചി വേണം കാര്യങ്ങളൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട്. അവർക്ക് നമ്മുടെ കുട്ടികളെ ഒന്ന് കാണണം, പിന്നെ നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ് കാണണം. അതിനൊക്കെ ആയിട്ട് അവർ വരുന്നത്. ഞാൻ നോക്കി ചെയ്യാം. ഫിദ മാഡം,